സ്തോത്രം ചെയ്ത്, എല്ലാവരും സ്തോത്രം ചെയ്ത്, എല്ലാവരും സ്തോത്രം ചെയ്ത്, എല്ലാവരും ആ വചനം ഹൃദയത്തിലേക്കും ഏറ്റെടുത്താട്ടെ, ഹൃദയത്തിലേക്കും ഏറ്റെടുത്താട്ടെ, ഹൃദയത്തിലേക്കും ഏറ്റെടുത്താട്ടെ, ഹൃദയത്തിലേക്കും ഏറ്റെടുത്താട്ടെ വചനം. എല്ലാവരും ഹൃദയത്തിലേക്കും ഏറ്റെടുത്താട്ടെ ആ വചനം, ഹൃദയത്തിലേക്ക് ആ വചനം എല്ലാവരും ഒന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വചനമോർത്ത് എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച് എന്നോട് കർത്താവേ ഇന്ന് പകൽ സംസാരിക്കണം, എനിക്ക് വേണ്ടി അങ്ങ് ഇന്ന് പകൽ പ്രവർത്തിക്കണം, അങ്ങയുടെ മഹത്വത്തിന്റെ കരം എനിക്ക് വേണ്ടി ഇറങ്ങി വരണം. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ചഞ്ചലപ്പെടുന്ന, ജീവനില്ലാതെ കിടക്കുന്ന വിഷയങ്ങളുള്ള എല്ലാവരും പ്രാർത്ഥിച്ചാൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഈ വചനം ജനത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ, ഈ വചനം ജനത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ, ഈ വചനം ജനത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ. കർത്താവെ വഴിയരികെ വീണ പോലാകരുത്, പാറപ്പുറത്ത് വീണ പോലെയാകരുത്, മുള്ളിനിടയിൽ വീണ പോലെയാകരുത്. യേശുവിന്റെ നാമത്തിൽ 30, 60, 100 മേനി കൊയ്യത്തക്ക നിലയിൽ ഹൃദയത്തിന്റെ നല്ല നിലത്ത് വീഴത്തക്കവണ്ണം ഈ വചനം ജനത്തിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകലും ഇടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യെസ്, യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നിത്യപിതാവേ, തന്ന തിരുവെഴുത്തിന് നന്ദി പറയുന്നു. വചനത്തെ വാഴ്ത്തി അങ്ങ് അനുഗ്രഹിക്കണം, വചനത്തിന്റെ വെളിപ്പാടിനെ നിറയ്ക്കണം, ഒരുമിച്ച് ഞങ്ങളെ ആശീർവദിക്കണം. ദൈവിക ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി ചലിക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ക്രോധനതിനെ തടഞ്ഞാട്ട് ആത്മാവിന്റെ പ്രവർത്തനം നടക്കണം. ചാരത്തും ദൂരത്തും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപോലെ ദൈവം സഹായിക്കും. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടി ഉച്ചത്തിൽ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളെ ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി മാനിക്കുമാറാകട്ടെ. വീണ്ടും ഒരു ബുധൻ നമുക്കൊരുമിച്ച് നമ്മുടെ പ്രാണനാഥനെ ഉയർത്താൻ ഒരവസരം ഈ ഭൂപരപ്പിൽ തന്നതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് തന്ന അവസരം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ ദൈവം നമ്മളെ അധികമായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരി രാജി സിസ്റ്ററിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തോട് ഒരു ദൈവ ശബ്ദം ഞാൻ കൈമാറി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പല വഴികൾ, വാതിലുകൾ മുട്ടി. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്നെ ഞാൻ അയക്കാൻ പോകുന്ന ദേശം ഇന്ന ദേശമാണ്, അവിടേക്ക് മാത്രമേ നിനക്ക് എത്തിച്ചേരാൻ പറ്റൂ, അവിടേക്ക് മാത്രമേ നീ എത്തിച്ചേരുകയുള്ളൂ, അവിടെയാണ് നിന്റെ ബ്ലെസ്സിങ് കിടക്കുന്നത്. ആ പ്രിയമകൾ ശക്തമായി പ്രാർത്ഥിച്ചു. അദ്ദേഹം മാത്രമേ ഉള്ളൂ കുടുംബത്തിൽ നിന്ന് വിശ്വാസം. ബാക്കി എല്ലാവരും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിൽക്കുന്നവരാണ്.
എന്നാൽ സ്വർഗം അദ്ദേഹത്തെ മാനിച്ചു. അദ്ദേഹത്തിന് ദൈവം വഴി തുറന്നു. ഇന്ന് അദ്ദേഹം ആ ദേശത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ വഴിയാത്രയും ഫ്ലൈറ്റ് യാത്രയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രയറിന് സംബന്ധിക്കുന്ന ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്, വളരെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ദൈവം ഭംഗം വരുത്തത്തില്ല. സന്തോഷത്തോടെ സ്തോത്രം ചെയ്തേ. കഴിഞ്ഞ ആഴ്ച ഈ പ്രിയ പൈതൽ, പ്രിയ ആന്റിയും കൂടെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നോട് പറഞ്ഞു, പാസ്റ്റേ എനിക്ക് അഡ്മിഷൻ കിട്ടിയ ഇടത്ത് നിന്ന് എന്നെ റിജക്ട് ചെയ്തു. അല്ലേ അങ്ങനല്ലേ? ആ, അഡ്മിഷൻ കിട്ടിയ ഇടത്ത് നിന്ന് എന്നെ റിജക്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരെ വേണ്ടി പ്രാർത്ഥിച്ചു. അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇന്ന് മുതൽ കൗണ്ട് ചെയ്തു, 20 ദിവസത്തിനകത്ത് ദൈവം നിനക്ക് അഡ്മിഷൻ തരും. 20 ദിവസത്തിനകം നിനക്ക് അഡ്മിഷൻ തരും. പ്രൈസ് ദി ലോർഡ്. 20 ദിവസം ഒന്നും പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഴ്ചയിലായിരുന്നു, അതായത് നെക്സ്റ്റ് വീക്ക് ശനിയാഴ്ച, ബുധനാഴ്ചയാണ് പറഞ്ഞത്. ശനിയാഴ്ച ഏത് കോളേജിലാണോ റിജക്ട് ചെയ്തത് അവിടെ തന്നെ ദൈവം അവന് അഡ്മിഷൻ കൊടുത്തു. അവിടെ തന്നെ ദൈവം അവന് അഡ്മിഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് ചെയ്യുന്ന ദൈവത്തിന്റെ വലിയ മഹത്വങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടികൾ തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ശ്രേഷ്ഠമായി ഈ പകൽ നമ്മളെ ആസ്വദിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നൊരു ദൂതാണ് ഇന്ന് പകൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവളുടെ വേറെ വിനീത വിനീത ആ പ്രിയ പൈതൽ, സ്തോത്രം. അവളൊരു പെന്തക്കോസ് പശ്ചാത്തലത്തിലല്ല, പക്ഷേ കഴിഞ്ഞ ആഴ്ച അത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് തന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് പ്രിയ പൈതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇനിയും പാരമ്പര്യത്തിലോട്ടൊന്നും പോകുന്നില്ലെന്ന് എന്നോട്, ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ല. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഈ കുറച്ച് മാസങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് തലമുറകളിൽ വലിയ പ്രവൃത്തി ചെയ്യുന്നത് കാണാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം അവരെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് ഒരു ദൂത് ഇന്ന് ധ്യാനിപ്പാൻ പരിശുദ്ധ കർത്താവ് നമുക്ക് നൽകിത്തന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സുവിശേഷന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുവിശേഷകനാണ് ലൂക്കോസ്. അതിന് പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ ഞാൻ ഇവിടെ പല ആവൃത്തി പറഞ്ഞതുകൊണ്ട് അതൊരു അരോചകമായി മാറും. അതുകൊണ്ട് തന്നെ ഞാൻ അത് വീണ്ടും പറയുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള സുവിശേഷകനാണ് ലൂക്കോസ്. വളരെ ഇഷ്ടമുള്ള സുവിശേഷം. ലൂക്കോസിന്റെ ക്യാരക്ടർ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ആഡ് ചെയ്താൽ നമുക്കത് ഒത്തിരി അനുഗ്രഹമാണ്. ഒത്തിരി അനുഗ്രഹം. നമ്മുടെ കുറെ വേണ്ടാത്ത സ്വഭാവം കളഞ്ഞിട്ട് കുറെ നല്ല സ്വഭാവങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ലതേ വരുത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സുവിശേഷത്തിന്റെ അകത്ത് നിന്ന് ഒരു ദൂത് ദൈവം വീണ്ടും തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് ഒരു എന്താ പറയാ, ഞാൻ സാധാരണ പ്രസംഗിക്കുന്നത് പോലെ ഒരു പഠിപ്പിക്കലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽ ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു.
സ്തോത്രം. ഓപ്പണായി പറഞ്ഞാൽ ചില വിടുതൽ അയക്കാൻ ദൈവം ആഗ്രഹിക്കും, ചില വിടുതൽ നടക്കാൻ, ചില വിടുതൽ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, ദൈവം വിടുതൽ തന്നാൽ സ്വീകരിക്കുക എന്നുള്ള ഒരു നിലപാടാണ് എൻ്റെ. സ്തോത്രം. കർത്താവ് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. പക്ഷെ വിടുതലിന് വേണ്ടി മാത്രം കിടക്കുന്ന ഒരാളല്ല. സ്തോത്രം. ദൈവം തന്നാൽ അത് സ്വീകരിക്കും. ദൈവം തന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ നിൽക്കേണ്ട പോലെ നിൽക്കും. വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലും ദൈവസന്നിധി നിൽക്കേണ്ട പോലെ നിൽക്കുന്നു. അതുകൊണ്ട് വിടുതൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ദൈവസന്നിധി പെറുപെറുക്കാറില്ല. പക്ഷെ ഇന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, എനിക്ക് ചിലത് ചെയ്യാനുണ്ട്, എനിക്ക് ചിലത് പ്രവർത്തിക്കാനുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ദൂത് ധ്യാനിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യശകലങ്ങളാണ് നമ്മൾ ദൈവസന്നിധി വായിച്ചത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാകുന്ന ഒരു തിരുവെഴുത്താണ്. 7-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഹല്ലേലൂയ കർത്താവിന്റെ ചില പ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ചു കിടക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി നമ്മൾ അവിടെ പഠിക്കുന്നു. സ്തോത്രം. ഇവിടെ പരാമർശിക്കുന്നു, എന്റെ പുരയ്ക്കകത്ത് വരാൻ നീ പോരാത്തവനായതുകൊണ്ട് ഒരു വാക്ക് എന്ത് ചെയ്യണം? നീ കൽപ്പിക്കണം. സ്തോത്രം. അന്ന് പുരയ്ക്കകത്ത് വരാൻ പറ്റാത്ത യോഗ്യത കൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ. ഇന്ന് നമ്മുടെ പുരയ്ക്കകത്ത് വരാൻ ഒരു യോഗ്യത കുറവും നമുക്കില്ല. സ്തോത്രം. മക്കളുടെ വീട്ടിൽ അപ്പം വരുന്നത് പോലെ രാമൻ പറഞ്ഞ മക്കളുടെ വീട്ടിൽ സ്വന്തം അപ്പം വരുന്ന പോലാണ് എപ്പോ വേണേലും. ഹല്ലേലൂയ. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവൻ. പക്ഷെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ദാസൻ വിടുവിക്കപ്പെടും. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു, എനിക്ക് ആ 9-ാമത്തെ വാക്യത്തിലെ യേശുക്രിസ്തുവിന്റെ ആ ഒരു മറുപടി, യേശു അത് കേട്ടിട്ട് തിരിഞ്ഞു നോക്കി. ആ ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. രാമൻ പറഞ്ഞ വിശ്വാസം ഉള്ളവര് രാമൻ. ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഏതൊരു വിടുതലിന്റെയും പുറകിൽ ഒരു വിശ്വാസം ഉണ്ടായി, ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. വിശ്വാസം വ്യത്യസ്തമാണ് തികച്ചും. എന്റെ വിശ്വാസമായിരിക്കത്തില്ല നിങ്ങളുടെ വിശ്വാസം. ഓരോരുത്തർക്കും ദൈവത്തോടുള്ള വിശ്വാസം വ്യത്യസ്തമായിരിക്കും. വിശ്വാസത്തിനനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വരുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനോട് ഇടപെടുന്നുണ്ട്. വിശ്വാസിക്കുന്നതിനനുസരിച്ച്, നീ വിശ്വസിക്കുന്നതിനനുസരിച്ച്. സ്വതന്ത്രം, സ്വതന്ത്രം. ഞാൻ ഇന്ന് പകൽ ദൈവം തരുന്ന ദൂരെല്ലാം ഞാൻ അങ്ങ് പറയും. നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ.
ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ള പ്രസംഗമല്ല ഞാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത്. കർത്താവിന് ഇതിന്റെ അകത്ത് എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം. അതുകൊണ്ട് ഭംഗിയുള്ള പ്രസംഗം കേൾക്കാനൊന്നും ഇരിക്കരുത്. ദൈവം തരുന്ന ദൂത് എന്നോടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആത്മാവി പ്രാർത്ഥിച്ചോണം. ഞാനിത് പ്രസംഗിക്കുന്ന ദൈവത്തിനോട് പറയാ, നിന്റെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് ചിലരോട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അവർക്ക് വിടുതൽ കിട്ടിയല്ലോ, എനിക്ക് വിടുതൽ കിട്ടിയില്ലല്ലോ എന്നോർത്ത് ദൈവത്തെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിന്റെ വിശ്വാസത്തിനനുസരിച്ച് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ന് പകൽ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അകറ്റ വിശ്വാസം എവിടെയെങ്കിലും ചഞ്ചലപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ വചനത്തിന്റെ മുമ്പിൽ നിന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അല്ലേ, യേശു ക്രിസ്തു ഒരിക്കൽ ബഥാനിയിൽ വെച്ച് പറഞ്ഞൊരു വാക്യത്തിനെയാ, വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അല്ലെങ്കിൽ അന്യന്റെ കണ്ടുകൊണ്ടല്ല, നിന്റെ സ്വന്തം കണ്ടുകൊണ്ട് തന്നെ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിളിച്ചു പറയാനെന്ന് പറയുമ്പോ നിന്റെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ മഹത്വം ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. വിശ്വസിക്കുന്നവരെ മാത്രം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു കുരുടന്മാരുടെ മെസ്സേജ് ഇവിടെ പറഞ്ഞപ്പോ യേശുക്രിസ്തു പറഞ്ഞു നിർത്തി, ഇങ്ങനെയാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. അടുത്ത വാക്യം ഇങ്ങനെ നമ്മൾ വായിച്ചതും പഠിച്ചതും, ഉടനെ അവരുടെ കണ്ണുകളുടെ അന്ധത മാറി. യേശു കണ്ണു തുറക്കാൻ പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചോ? ഇല്ല. കർത്താവ് കണ്ണു തുറക്കാൻ പ്രാർത്ഥിച്ചില്ല. കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ഇന്ന് പകൽ അവരെന്തു വിശ്വസിച്ചോ അതവർ വെളിപ്പെട്ടു. അവരെന്താണോ വിശ്വസിച്ചത് അതവർ വെളിപ്പെട്ടത്. അവർ വിശ്വസിച്ചതാണ്. യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറന്നു വരും. യേശുവിൽ വിശ്വസിച്ചാൽ ഞങ്ങളുടെ അന്ധത മാറും. യേശുവിൽ വിശ്വസിച്ചാൽ ഞങ്ങളുടെ ഈ കൂട്ടിരിപ്പ് മാറും. ഇന്ന് പകൽ ആത്മാവിനോട് ഇടപെടുക. നിന്റെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന് പ്രവർത്തിക്കാൻ മനസ്സുണ്ട്. ഇന്ന് പകൽ വിശ്വാസം എവിടെങ്കിലും തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വചനത്തിന്റെ മുന്നിൽ ആ വിശ്വാസത്തെ നോക്കിയെടുത്ത് സ്വതന്ത്രം സ്വതന്ത്രം. ആമേൻ. അതുകൊണ്ട് ബിജോപാസ്റ്ററെ കുറ്റം പറയരുത്. നിന്റെ വിശ്വാസം അനുസരിച്ച് ഇന്നത്തെ വിടുതൽ. ഹല്ലേലൂയ. എന്നെ ദൈവം നേരത്തെ ഇതിനകത്ത് നോക്കാം, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ദൈവം ചെയ്യും. അത് പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കും. വിശ്വസിച്ചാൽ മഹത്വം കാണും. വിശ്വസിക്കുന്നവര് മാത്രം ആമേൻ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം. ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി സാക്ഷ്യം. വിശ്വസിച്ചവർക്ക് വേണ്ടി മഹത്വം. ഞാനൊരിക്കൽ ഒരിടത്ത് ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ. 3 ദിവസം ഞാൻ പ്രസംഗിക്കുന്നു. അതിൽ 6 സെക്ഷൻ കർത്താവിന്റെ വചനം ശുശ്രൂഷ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ വീട്ട് എന്നെ ഞാൻ താമസിച്ച അക്കോമഡേഷൻ എല്ലാം മറ്റൊരു സ്ഥലത്തായിരുന്നു. കാരണം അവർക്ക് അവിടെ സൗകര്യം. അതുകൊണ്ട് അക്കോമഡേഷൻ എല്ലാം അവര് വെളിയിൽ മറ്റൊരിടത്താണ് എനിക്ക് സെറ്റ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ചെല്ലുമ്പോ സ്ഥലമുണ്ട്, പക്ഷേ ചെറിയൊരു കുടില് പോലെ അതിനകത്ത് പ്രയർ. ഒരു
റൂം പോലുണ്ട്, ഒരു കിച്ചൺ. ഈ രണ്ടിതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് അവരോട് ഒരു ദൂത് പറഞ്ഞു. ഞാനൊരു കാഴ്ച കാണുന്നു, നിങ്ങൾക്ക് ഈ മണ്ണിൽ ഒരു ഭവനം തരും. എന്റെ ദൈവം കാണിക്കുന്നു. അന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന കൂലി വെറും 500 രൂപയാണ്. 500 കിട്ടുന്ന കൂലി വെറും 500 രൂപ. അദ്ദേഹത്തിന്റെ 500 രൂപ കൂലിയിലാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, വീടിന്റെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് മനോഹരമായ ഒരു ഭവനം ഈ മണ്ണിൽ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ഇറക്കി പണിയും. ഇറക്കി പണിതിട്ട് ഫ്രണ്ട് മുറ്റം വരും. അവിടെ നാളെ മുറ്റത്ത് കൺവെൻഷൻ നടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. ഇങ്ങനെ ദൈവാത്മാവ് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, വാസേ, മാനുഷിക നിലയിൽ ചിന്തിച്ചാൽ ഇതൊന്നും നടക്കത്തില്ല വാസേ, ഇതൊന്നും നടക്കത്തില്ല, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം വിശ്വസിക്കുന്നു, ദൈവമല്ലേ പറഞ്ഞത് ദൈവമല്ലേ. അതുകൊണ്ട് മാസേ, ഞങ്ങൾ കുടുംബം അതാവെ പറഞ്ഞ് സ്വീകരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ചെന്നു മുതൽ പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയാമോ, പിൽക്കാലത്ത് പരിശുദ്ധ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് മനോഹരമായ ഒരു ഭവനം അവിടെ ചമയ്ക്കുവാൻ ദൈവം അവരെ സഹായിക്കും. അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കിങ്ങനെ, ഇതെങ്ങനെ തീർത്തെന്നോ ഒരു എത്തുപിടിയില്ല, എങ്ങനെ ഇത് ഇത്രത്തോളമായെന്നൊരു എത്തുപിടിയില്ല. പ്രൈസലോട് ഹല്ലേലൂയ. മനുഷ്യൻ 21 ഇരിക്കും, 40 ഇരിക്കും, 7 ഇരിക്കും, എപ്പോഴും വാസമാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി ക്രിസ്തലോട് ഹല്ലേലൂയ ആഴമേറിയ വിശ്വാസത്തിന്റെ മുഖത്ത് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് മനോഹരമായ ഒരു ഭവനം കൊടുത്ത് ആ പ്രിയപ്പെട്ടവനെയും കുടുംബത്തെയും ദൈവം ആദരിച്ചു. ദൈവം പറഞ്ഞതുപോലെ തന്നെ അവർ ഇറക്കി വീട് പണിതിട്ട് ഫ്രണ്ടിൽ ഒരു കൺവെൻഷൻ നടത്തുന്ന ഭാഗത്തിന് അവർ മിറ്റമൊരുക്കി. അവിടെ കൺവെൻഷൻ നടത്തി. അവരുടെ സ്വന്തം ചെലവിൽ അവർ മുറ്റത്ത് കൺവെൻഷൻ നടത്തി. എന്നെയാ പ്രസംഗിക്കാൻ വിളിച്ചത്, പക്ഷേ എനിക്ക് അന്ന് വേറെ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ക്രൈസ്തലോട് ഞാൻ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ അവരുടെ ഹൗസ് വാമിങ്ങിന് എന്നെ ക്ഷണിച്ചു. ഞാൻ പറഞ്ഞ അച്ഛാ, ആ ടൈമിൽ എനിക്ക് വരവ് നടക്കത്തില്ല അച്ഛാ. ഹല്ലേലൂയ. അദ്ദേഹം ആ ടൈം മാറ്റി, ഞാൻ വരുന്ന ടൈമിൽ അദ്ദേഹം ഹൗസ് വാമിങ് വെച്ച്. ഞാൻ പറഞ്ഞു വന്ന വേറൊന്നും കൊണ്ടല്ല, ക്രിസ്തുവിലുള്ള സ്നേഹമാണത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലാതെ കുടിലിക്കിടന്നവൻ ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വീട് ദൈവം അവനെ നൽകി പിടിച്ചപ്പോൾ ഞാൻ ആത്മനിർഭരമായ നിന്റെ വിശ്വാസം അനുസരിച്ച് ദൈവം നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ നിങ്ങൾ മകൻ ആഗ്രഹിക്കുന്നുണ്ട്. അകത്ത് വിശ്വാസമുള്ളവർ മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് നന്ദി പറയണം. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്ന ഒരു വെളിപ്പാട് ദൈവമെന്നെ കാണിക്കുക. സാഹചര്യങ്ങളുടെ മുന്നിൽ വിശ്വാസം തണുത്തിരിക്കുന്ന ചിലരുടെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ആത്മാവിനോട് പ്രാർത്ഥിച്ച് ഞാനത് കാണുക. ചിലരുടെ വിശ്വാസം തണുത്തു പോകുന്നുണ്ട്, ചിലരുടെ വിശ്വാസത്തിന് മങ്ങലേക്കുന്നുണ്ട്. എന്നാത്മാവായ ചിലരുടെ വിശ്വാസത്തെ ഇന്നതകൾ വർദ്ധിപ്പിച്ചോണ്ട് വരിക, വർദ്ധിപ്പിച്ചോണ്ട് വരിക, വർദ്ധിപ്പിച്ചോണ്ട് വരിക. എന്തിനെന്നറിയാമോ? ഒരു മഹത്വം നീ കാണാൻ, ഒരു മഹത്വം നീ കാണാൻ, നിന്റെ വിശ്വാസത്തിനനുസരിച്ച് ഒരു ദൈവമഹത്വം നീ കാണാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ ദൂതിനോട് നീതി പുലർത്തേണ്ടത് കൊണ്ട് വചനത്തിലേക്ക് കടന്നു വരുന്നു. പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിൽ പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും അവന്റെ കൂടെ പോയി. ഗലീലയിലെ ഒരു പട്ടണമാണ് നൈൻ എന്ന് പറയുന്നത്.
അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഹല്ലേലൂയ, ദൈവം എനിക്ക് തന്ന ദൂത് കംപ്ലീറ്റ് ചെയ്യാം. അതുകൊണ്ട് ചരിത്രത്തിലേക്കൊന്നും കൂടുതലായി പോകുന്നു. നൈൻ അല്ലെങ്കിൽ ആ വാക്ക്, ആ പട്ടണത്തിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ സൗന്ദര്യം എന്നുള്ളതാണ്. സൗന്ദര്യമുള്ള എന്നർത്ഥം വരുന്നതാണ് നൈൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം കൊച്ചു പട്ടണമല്ല, വലിയ അറിയപ്പെടുന്ന പട്ടണമൊന്നുമല്ല, ഗലീലയിലെ ഒരു കൊച്ചു പട്ടണമല്ല. സൗന്ദര്യമാണ് നൈൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ ഈ പട്ടണത്തിൽ യേശുവും ശിഷ്യന്മാരും കൂടെ, വലിയ പുരുഷാരം കൂടെ നടന്നു വരികയാണ്. ഈ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ എന്ത് ചെയ്യുക? പുറത്ത് കൊണ്ടുവരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ അമ്മയ്ക്ക് ആ മകൻ ഏകജാതനായി. ആ അമ്മയോ വിധവയായിരുന്നു, അല്ലേ? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നൈൻ എന്ന പട്ടണത്തിന്റെ വാതിൽക്കലെത്തിയപ്പോൾ, നമുക്കറിയാം അന്നത്തെ കാലത്ത് പട്ടണവാതിലുണ്ട്. പട്ടണവാതിൽ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതേറ്റവും പ്രാരംഭ ഏരിയയിലായിരിക്കും പട്ടണവാതിൽ. സ്തോത്രം. തെറ്റ് ചെയ്തവരെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോ നമ്മൾ വചനം വായിക്കുന്ന പോലെ രക്തസ്രവം ബാധിക്കപ്പെട്ട സ്ത്രീ, അവളെ പാളയത്തിന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിൽ നിന്ന് അവളെ പുറത്താക്കിയത്. സ്തോത്രം. ആ പട്ടണത്തിന് ഒരു വാതിലുണ്ട്, ഒരു വാതിൽ. അതിനെയാണ് പട്ടണവാതിൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ തെറ്റ് ചെയ്യുന്നവരെ, ശിക്ഷിക്കേണ്ടവരെ, അങ്ങനെയൊക്കെ ആ പട്ടണവാതിലിന്റെ പുറത്താക്കും. അതേപോലെ രോഗികളായവരെ ന്യായപ്രമാണം അനുസരിച്ച് ഹല്ലേലൂയ മാറ്റേണ്ടവരെ മാറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. ചരിത്രത്തിലോട്ടൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ യേശുക്രിസ്തുവിന്റെ കൂടെ ശിഷ്യന്മാരും വലിയ പുരുഷാരമുണ്ട്. യേശു നോക്കുമ്പോൾ വലിയ ഒരു പുരുഷാരം ഇങ്ങോട്ട് വരിക. സ്തോത്രം. നിങ്ങൾ കേൾക്കണം. പട്ടണവാതിക്കലിന്റെ വെളിയിൽ അകത്തുനിന്ന് വരുന്ന പുരുഷാരം പട്ടണവാതിക്കലിന്റെ വെളിയിൽ വരുന്നതിന് മുമ്പ് യേശു അകത്ത് കയറി. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പട്ടണവാതിക്കലിന്റെ വെളിയിൽ അകത്തുനിന്ന് വരുന്ന വിലാപ സംഘം പട്ടണവാതിൽക്കലിന്റെ വെളിയിൽ പോകുന്നതിന് മുമ്പ് യേശു ക്രിസ്തു പട്ടണവാതിൽക്കലിന്റെ അകത്ത്. ഞാനിത് പറയുന്നത് ചരിത്രമാണ്. എന്ന് വെച്ചാൽ ചുമന്നുകൊണ്ടുവന്ന വേദനാജനകമായ വിഷയം ആ പട്ടണം വിട്ടു പോകാൻ യേശു അനുവദിച്ചില്ല. അതിനു മുമ്പേ യേശു അതിന്റെ അകത്തു കയറി. രാമൻ പറഞ്ഞാണ്, ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് എന്നോട് ഇടപെടുന്നുണ്ട്. ചില വിഷയങ്ങൾ അതിന് വിട്ടു പോകുന്നതിന് മുമ്പ് അതിന്റെ കാര്യത്തിൽ തീർപ്പ് കഴിഞ്ഞാൽ യേശു അതിന്റെ അകത്തോട്ട് കയറി. ഇത് വിശ്വസിക്കുന്നവരാമൻ പറഞ്ഞു പ്രാർത്ഥിച്ചാണ്, എന്നോട് ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടുക. ചില വിഷയം കൈവിട്ട് പോകുന്നതിന് മുമ്പ് അത് നിന്നിലേക്ക് തന്നെ മടക്കി തരത്തൊക്കെ വന്നു യേശുവിന്റെ അകത്തേക്ക് എല്ലാവരും പ്രവേശിക്കാൻ കഴിയുകയാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തെ ശ്രമിക്കണം. ചില വിഷയങ്ങൾ നിന്നിൽ നിന്ന് കൈവിട്ട് പോകുന്നുണ്ടെന്ന് നീ ചിന്തിച്ചു വ്യാകുലപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ
അത് നിന്നിൽ നിന്ന് കൈവിട്ട് പോകുന്നതിന് മുമ്പ്, ചില പട്ടണവാദികൾ കടക്കുന്നതിന് മുമ്പ് നസ്രായൻ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടു. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ ചിലരുടെ നടക്കട്ടെ, ഇപ്പോൾ നടക്കട്ടെ, ഈ സെക്കൻഡ് നടക്കട്ടെ. അത് സ്വീകരിക്കാൻ സ്വീകരിക്കട്ടെ. വചനത്തിന്റെ ശക്തി ഇന്ന് എത്തപ്പെടേണ്ട ഇടങ്ങളിൽ, പ്രവർത്തിക്കേണ്ട ഇടങ്ങളിൽ, ചലിക്കേണ്ട ഇടങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചലിച്ച് തുടങ്ങട്ടെ. പ്രാർത്ഥിച്ചേ, ആത്മാവെ പ്രാർത്ഥിച്ചേ. ഇന്ന പകൽ ചില വിഷയങ്ങൾ ചില വിഷയങ്ങൾ പട്ടണവാദികൾ കടക്കുന്നതിന് മുമ്പ്, അതിന് കടന്ന് പോകുന്നതിന് മുമ്പ്, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് യേശു അതിന്റെ അകത്തേക്ക് എന്റെ പ്രവേശനം നടക്കാൻ പോകുന്നുണ്ട്. ഇന്ന് പകൽ ആത്മാവ് സംസാരിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ മുമ്പേ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ ബഥാനിയ. നമുക്കറിയാം, കല്ലറയുടെ അകത്തു വെച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട യേശു അല്ലേ, കല്ലറയുടെ അകത്തു വെച്ച് കാര്യമെല്ലാം കഴിഞ്ഞിട്ട യേശു. എന്നാ പ്രിയപ്പെട്ടവരെ, ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ അങ്ങനല്ല. പട്ടണവാതിക്കൽ കടക്കുന്നതിന് മുമ്പ് എന്റെ കർത്താവായ ക്രിസ്തു അതിന്റെ അകത്ത് കയറി. ഇനി ഞാൻ മറ്റൊരു വെളിപ്പാട് പറയാം. ഒരു വലിയ പുരുഷാരം യേശുവിനെ ഫേസ് ചെയ്ത് വരുമ്പോൾ അകത്തു നിന്ന് പുറത്തോട്ട് വരും. പുറത്തു നിന്ന് യേശുവും വലിയ പുരുഷാരവും അകത്തോട്ട് വരും. ഇനി നിങ്ങൾ നോക്കിയേ, അകത്തു നിന്ന് പുറത്തോട്ട് വരുന്ന വിഷയം പട്ടണവാതിക്കൽ കടക്കുന്നതിന് മുമ്പ് യേശു അകത്ത് കയറി. കാര്യം പറയാം, അകത്തു നിന്ന് പുറത്തു വരുന്നതിന്റെ മുമ്പ് ജീവനില്ലാത്ത ശവമാണ്. ജീവനില്ലാത്ത ശവമാണ്. സ്വത്രം. പക്ഷേ പുറത്തു നിന്ന് അകത്തേക്ക് വരുന്ന പുരുഷാരത്തിന്റെ മുമ്പിൽ ശവമല്ല, ജീവനുള്ളവൻ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായെന്നറിയാം? അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന പുരുഷാരത്തിന്റെ മുമ്പിൽ ജീവനില്ലാത്ത ശവമാണ്. എന്നാൽ വെളിയിൽ നിന്ന് അകത്തേക്ക് വരുന്ന പുരുഷാരത്തിന്റെ മുമ്പിൽ ശവമല്ല, മുമ്പിൽ ജീവനുള്ളവന് മുമ്പിൽ. എത്ര പേർ ആത്മാവിനത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് ഞാനൊരു ദൂരെ പറയാം. നിന്റെ വിഷയം ഹല്ലേലൂയ, വിഷയമല്ല വലുത്. ഹല്ലേലൂയ, ജീവനുള്ള ദൈവമാണ് വലുത്. നിന്റെ വിഷയമല്ല വലുത്, ജീവനുള്ള ദൈവമാണ്. ദൈവം നിനക്ക് വേണ്ടി ഇന്നവകൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ വിഷയം വലുതല്ല. സ്വന്തം കണ്ടോ? ജീവനില്ലാത്ത ശവം മഞ്ചത്തിൽ വെച്ചോണ്ട് വരിക. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ, ജീവനുള്ളവനാ മുമ്പേ പോകും. ജീവനുള്ള സ്വത്രം. എല്ലാരും പറയും മരിച്ചതിന് ശേഷം ഭയങ്കര ഗ്ലാമറാണ് അല്ലേ? നമ്മൾ പറയാറില്ല, നല്ല സുന്ദരിയായിട്ട് മരിച്ചു കിടക്കും, നല്ല സുന്ദരനായിട്ട് മരിച്ചു കിടക്കുന്നു പറയാറില്ല. ജീവിച്ചിരുന്നപ്പോ ഇത്രയും സൗന്ദര്യം ഇല്ലായിരുന്നു. ഇപ്പൊ മുഖത്തോട്ട് നോക്കിയിട്ട് എന്തോ വലിയ തേജസ് പോലെ തോന്നുന്നു അല്ലേ? നമ്മൾ പറയാറില്ല. ഹല്ലേലൂയ. ജീവിച്ചിരുന്നപ്പോ അവരുടെ കുറ്റം മൊത്തം പറഞ്ഞിട്ടാണ് മരിച്ചു കഴിഞ്ഞപ്പോ ഇതുപോലെ സൗന്ദര്യമുള്ള നമ്മൾ പറയാറില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പക്ഷെ ഇവിടെ ഞാനൊരു തിരുത്തൽ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. ആ മഞ്ചത്തിൽ കിടക്കുന്നവനെക്കാട്ടിലും സൗന്ദര്യമുള്ളവനാ പട്ടണവാതിക്കൽ അകത്ത് നിൽക്കും. നമുക്ക് കാണാൻ പറ്റുമോ? ആത്മാവിൽ ഒന്ന് കാണാൻ പറ്റും. യേശുവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞാൽ അതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല. സ്തോത്രം. ഒരു പാട്ടുണ്ട്, നിങ്ങൾക്കറിയാമോ? നല്ലൊരിൻ സുന്ദരിയേ നിൻ പ്രിയനെന്തു വിശേഷതയോ
മറ്റുള്ള പ്രിയരിൽ എന്തു മേന്മ, ആണയി ഓതുവാൻ എന്തു നന്മ. മറ്റുള്ള പ്രിയരിൽ എന്തു മേന്മ, ആണയി ഓതുവാൻ എന്തു നന്മ. 10,000 മണവാളനിൽ സുന്ദരനാണെന്റെ പ്രിയ. 10,000 മണവാളനിൽ സുന്ദരനാണെന്റെ പ്രിയ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദരനെ നീ മതിയേ. പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദരനെ നീ മതിയേ. അപ്പോൾ എല്ലാരും കേൾക്കണം, പഠിക്കണം. കാരണം കണ്ണുകളെ കുറിച്ച് വർണ്ണിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ശരീരം നല്ല ഇടയബാലൻ അല്ല, ഇടയനെ നോക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ആ വർണ്ണിക്കുന്ന വാക്കുകൾ അല്ല, ഓരോ ഭാഗങ്ങളും ആ പാട്ടിൽ എഴുതിയിട്ടുണ്ട്. കണ്ണുകളെ കുറിച്ച്, കാതുകളെ കുറിച്ച്, ശരീരത്തെ കുറിച്ച് വർണ്ണിക്കുന്ന വർണ്ണന. അല്ലെങ്കിൽ അത് പാടുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ആത്മാവിൽ കാണാൻ പറ്റും. ഹല്ലേലൂയ. അത് പാടിക്കൊണ്ടിരുന്ന പ്രസംഗം തീരാത്തോണ്ട് അത്രയും കൊണ്ട് നിർത്തിയത്. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഹല്ലേലൂയ, പഞ്ചത്തിൽ കിടക്കുന്ന ബോഡിയുടെ സൗന്ദര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ളവൻ, സൗന്ദര്യമുള്ളവൻ പട്ടണവാതിൽക്കലിന്റെ അകത്ത് കയറി, അല്ലെങ്കിൽ അവൻ ആദ്യം നോക്കിയത് ഹല്ലേലൂയ വിഷയത്തെ അല്ല. അതാ ഞാൻ പറഞ്ഞേ, വിഷയത്തെ വലുതാക്കി കാണരുത്. കർത്താവായ ക്രിസ്തു ആദ്യം നോക്കിയത് വിഷയത്തെ അല്ല. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല. ഹല്ലേലൂയ. 13-ാമത്തെ വാക്യം, അവളെ കണ്ട് കർത്താവ് മനസ്സിൽ അവളോട് കരയണ്ട. കണ്ടോ, യേശു ക്രിസ്തു ഹല്ലേലൂയ പട്ടണവാതിൽക്കലിന്റെ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം യേശു ക്രിസ്തു ആദ്യം നോക്കിയത് മഞ്ചമല്ല, മഞ്ചത്തിൽ കിടക്കുന്ന ഡെഡ് ബോഡിയല്ല. ആണോ? നമ്മളൊരു മരണ വീട്ടിൽ ചെന്നാൽ ആദ്യം നോക്കുന്നത്, ഇപ്പൊ നമ്മളൊരു മരണ വീട്ടിലേക്ക് കയറി പോവുക. നമുക്ക് പരിചയമുള്ളവരൊക്കെ റോഡ് സൈഡ് കാണും, അല്ലേ? അപ്പൊ നമ്മളെ കാണുന്ന അവര് ചിരിക്കും. എന്നിട്ട് നമ്മളെ ചിരിക്കുന്നുണ്ട്. നമ്മൾ പറയാം, കൂടി കണ്ടോ? അന്നാ ഞങ്ങൾ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഹല്ലേലൂയ. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എന്താ? ബോഡിയെ കാണുന്നേ. ഹല്ലേലൂയ. അത് കണ്ടിട്ട്, മൃതദേഹം കണ്ടിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്തുള്ളൂ? ഇറങ്ങി വന്ന് മറ്റുള്ളവരാണ് സംസാരിക്കത്തൊക്കെ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ടേ, യേശു നോക്കിയത് മഞ്ചല്ല. പട്ടണവാതിൽക്കലിന്റെ അകത്ത് ജീവനുള്ളവൻ കടന്നിട്ട് അവൻ നോക്കിയത് മരിച്ചതിനെ അല്ലെന്ന്. അവൻ പറ, മരിച്ചതിനെ അല്ല അവൻ നോക്കിയത്. അവൻ നോക്കിയത് മരിച്ചു കിടക്കുന്ന വാഹനയല്ല. അവൻ നോക്കിയത് ഹല്ലേലൂയ അത് ചുമത്തുകൊണ്ട് വരുന്നവരെയല്ല. അവൻ നോക്കിയത് ഹല്ലേലൂയ മഞ്ചത്തേമല്ല. അവൻ നോക്കിയത് കരയുന്ന അമ്മയാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലായി? യേശു നോക്കിയത് വിഷയത്തെ അല്ല. വിഷയത്തിന്റെ മുമ്പിൽ കരയുന്ന, വിഷയത്തിന്റെ മുമ്പിൽ ചത്തുറയ്ക്കുന്ന, വിഷയത്തിന്റെ മുമ്പിൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന, വിഷയത്തിന്റെ മുമ്പിൽ തകർന്നിരിക്കുന്ന ആ സഹോദരിയാണ് ക്രിസ്തു നോക്കിയത്. എന്നവരുടെ ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട്. നിന്റെ വിഷയത്തെ അല്ല കർത്താവിന്റെ നോക്കുന്നത്, നിന്റെ കണ്ണുനീരിനെ, നിന്റെ ഭാരത്തെ, നിന്റെ വേദനയെ, നിന്നെയാണ് യേശു നോക്കുന്നത്. ഇന്നവരെ യേശു നിന്നെ നോക്കിയാൽ നിന്റെ വിഷയത്തിന്റെ വിശ്വസിക്കുന്നവർ മാത്രം സ്വീകരിക്കും. മുഴുവനായിട്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശു നോക്കിയത് വിഷയമല്ല. യേശു നോക്കുന്നത് വിഷയമല്ല. വിഷയത്തിന്റെ മുമ്പിൽ കരയുന്ന, വിഷയത്തിന്റെ മുമ്പിൽ ഭാരപ്പെടുന്ന, വിഷയത്തിന്റെ മുമ്പിൽ വേദനിക്കുന്ന, വിഷയത്തിന്റെ മുമ്പിൽ ചങ്ക് നിൽക്കുന്ന നിന്നെ അവൻ നോക്കിയാൽ, നിന്നെ അവൻ കണ്ടാൽ നിന്റെ വിഷയം പരിഹരിക്കപ്പെടും.
വിശ്വസിക്കുന്നവരുടെ ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യെസ്, ഇതാ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് അവരുടെ നിരങ്ങൾ ചായത്ത് മുന്നേറ്റമുള്ള എല്ലാവരും പ്രാർത്ഥിച്ച് അല്ലാതെ പ്രാർത്ഥിച്ച് ആരാധിച്ച് ഏറ്റെടുത്ത് ആ വിടുതൽ ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ നിന്നെ അവൻ കണ്ടാൽ, നിന്റെ കണ്ണുനീരവൻ കണ്ടാൽ, നിന്റെ വേദനയവൻ കണ്ടാൽ, നിന്റെ ഭാരമവൻ കണ്ടാൽ, നിന്റെ ദുഃഖമവൻ കണ്ടാൽ, നിന്റെ വിഷയം വിടിവിക്കപ്പെടും, നിന്റെ വിഷയം വിടിവിക്കപ്പെടും. അവന് വിഷയമല്ല വലുത്, അവന് വിഷയമല്ല വലുത്, വിഷയത്തിലെ ഫേസ് ചെയ്യുന്ന നീയാണ് അവന് വലുത്. Hallelujah. Praise the Lord. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ദൈവത്തിന്റെ വിഷയമല്ല വലുത്, നസ്രയന് വിഷയമല്ല വലുത്. എന്നോട് ആത്മാവ് പറയുന്നു, വിഷയത്തിന്റെ മുൻപിൽ അതിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന നീയാണ് യേശുവിന് വലുത്. ആ വിഷയത്തിന്റെ മുമ്പിൽ ചങ്ക് തകർന്നു നിൽക്കുന്ന നീയാണ് ദൈവത്തിന് വലുത്. ആ വിഷയത്തിന്റെ മുമ്പിൽ കരയുള്ള നീയാണ് ദൈവത്തിന് വലുത്. ആ വിഷയത്തിന്റെ മുമ്പിൽ ഒരു കല്ലെടുത്ത് വെച്ചിരിക്കുന്ന ഭാരം പോലെ ഹൃദയത്തിൽ ഭാരം ചുമക്കുന്ന നീയാണ് ദൈവത്തിന് വലുത്. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ ചിലരെ നോക്കുന്നതിനെ കാണുക, അഗ്നിജ്വാലകൾക്കുള്ള കണ്ണുകളും ചിലരെ നോക്കുന്നതിനെ കാണുക. അവന്റെ നോക്കിൽ നിന്റെ വീഴും, നിന്റെ വിഷയം വിടിവിക്കപ്പെടും. വിഷയത്തിന്റെ മേലല്ലവൻ നോക്കുന്നത്, അവൻ നിന്റെ നോക്കുന്നത്. അഗ്നിജ്വാലകൾക്കുള്ള കണ്ണുള്ളവന്റെ നോക്കം നിന്റെ വീഴ്, നിന്റെ വിഷയത്തിന്റെ അകത്ത് ഒരു ഗോലിവരശുകളെ പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ച് നാമത്തിൽ ദൈവത്തിന്റെ കര ചരിക്കട്ടെ, ദൈവത്തിന്റെ കര ചരിക്കട്ടെ, ദൈവത്തിന്റെ കര ചരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ചരിക്കട്ടെ. യേശുവിന്റെ ലോകം നിന്റെ പഠിക്കാൻ പോകുന്നു. ചില വിഷയത്തിന്റെ മണ്ണിൽ, വിഷയത്തിന്റെ മേലല്ല, നിന്റെ യേശുവിന്റെ ലോകം പഠിക്കാൻ പോകുന്നു. യെസ്, നമ്മുടെ പ്രാർത്ഥന എന്ന കർത്താവേ, എന്റെ വിഷയത്തെ പരിഹരിക്കണം. കർത്താവേ, എന്റെ വിഷയത്തിന്റെ അകത്ത് പ്രവർത്തിക്കണം. അല്ലെ കർത്താവേ, എന്റെ വിഷയത്തിന്റെ അകത്ത് നീക്കുപോക്ക് തരണമേ. കർത്താവേ, ഇന്ന വിഷയത്തിന്റെ അകത്ത് ഞാൻ ഭാരപ്പെടുന്നു, അതിന്റെ അകത്തൊന്ന് പ്രവർത്തിക്കണം. കോമൺലി നമ്മളെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ എന്നെ ഒന്ന് നോക്കണം, ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് വിഷയത്തെ അല്ല, എന്നെ ഒന്ന് നോക്കണമേ, എന്റെ മനസ്സിനെ ഒന്ന് നോക്കണമേ, എന്റെ കണ്ണുനീരൊന്ന് നോക്കണമേ, എന്റെ ദുഃഖമൊന്ന് നോക്കണമേ. ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയം എന്തുമായിക്കൊള്ളട്ടെ, അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവേ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ദൈവസന്നിധി വിഷയത്തെ ദൈവം നോക്കണം, വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കണം, വിഷയത്തിൽ ദൈവം ഇടപെടണം. ആ പ്രാർത്ഥന ഒന്ന് മാറ്റിയിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ എന്നെ ഒന്ന് നോക്കണമേ, എന്നെ ഒന്ന് നോക്കണമേ, എന്നെ ഒന്ന് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. നസ്രയൻ നിന്നെ നോക്കിയാൽ നിന്റെ വിഷയത്തിന്റെ അകത്തൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവിന്റെ ആത്മാവ് ദൂത് പറയുന്നു, ഇന്ന് ചിലരെ ക്രിസ്തു നോക്കുന്ന പകരവും വിശ്വസിക്കുന്നവരെ മാറ്റം എത്തിച്ചുകൊണ്ടെങ്കിൽ ചിലരെ കർത്താവ് നോക്കുന്ന പകരമുണ്ട്. ചില വിഷയത്തെ ഫേസ് ചെയ്ത്, ചില വിഷയത്തിന്റെ നടുവിൽ ഭാരപ്പെട്ട്, ചില വിഷയത്തിന്റെ അകത്ത് കണ്ണുനീരടക്കി, ചില വിഷയത്തിന്റെ അകത്ത് പരിഹാരമില്ലാതെ
അത് നഷ്ടപ്പെട്ട് തീർന്നു എന്ന് വിധിയിലിരുന്ന ചിലവിന്റെ അകത്ത് കർത്താവിനോട് പറയുമ്പോൾ അവൻ നിന്നെ നോക്കാൻ പോകുന്ന ഭഗനായില്ല, അവൻ നിന്നെ നോക്കാൻ പോകുന്ന ഭഗനായില്ല, നിന്റെ മുഖത്തെ അവൻ നോക്കുക. ഞാനത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവനോട് പറയുന്നു, യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ എഴുതി, എന്നെ സത്യത്തിൽ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ എഴുതി, അവന്റെ മുഖത്തെയോ ഹല്ലേലൂയ അവൻ ആദരിച്ചില്ല. പിതാവായ ദൈവം പുത്രന്റെ മുഖത്തെ ആദരിച്ചില്ല. എന്തുകൊണ്ട് ആദരിക്കാഞ്ഞത്? എന്റെയും നിന്റെയും മുഖത്തെ ആദരിക്കാൻ പിതാവിന് ഇഷ്ടം തോന്നിയത് കൊണ്ട് സ്വന്തം പുത്രന്റെ മുഖത്തെ ആദരിക്കാൻ മനഃപൂർവ്വം എന്റെ ദൈവം ആത്മാവിൽ ആമേൻ പറ, ആത്മാവിൽ ആമേൻ പറയണം. സ്വന്തം പുത്രന്റെ മുഖം ആദരിക്കാഞ്ഞത് എന്റെയും നിന്റെയും മുഖം ആദരിക്കാൻ പിതാവിന് ഇഷ്ടം തോന്നിയതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ സ്വന്തം പുത്രന്റെ മുഖം ആദരിക്കാതെ എന്റെയും നിന്റെയും മുഖം ആദരിക്കാൻ പിതാവിന് ഇഷ്ടം തോന്നിയെങ്കിൽ അന്ന് പകൽക്കാലം നിന്റെ മുഖത്തേക്കാൾ നോക്കാതിരിക്കുമോ? നിന്റെ മുഖത്തേക്ക് അവൻ നോക്കാതിരിക്കുമോ? എന്നോട് ആത്മാവ് പറയുന്നു, ചിലരൊക്കെ പുറമെ ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നീറുന്ന വിഷയമായിട്ട് അടിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. നീറുന്ന വിഷയമായിട്ട് അടിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. നിങ്ങളാണ് ദൈവത്തിന്റെ കഴിവ്. അവൻ നിന്നെ നോക്കുന്ന ഭഗവാനാണ്, അവൻ നിന്നെ നോക്കുന്ന ഭഗവാനാണ്, അവൻ നിന്നെ നോക്കുന്ന ഭഗവാനാണ്. നിന്നോട് പറയാൻ അവനൊരു ഗുണമുണ്ട്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഏറ്റെടുക്കാൻ, വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ ഏറ്റെടുക്കും, ആത്മാവിൽ ഏറ്റെടുക്കാം. അവരോട് യേശു പറയ, കരയണ്ട, ഇന്ന് ദൈവത്തിന്റെ മനസ്സറിവ് നിങ്ങളെ വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ മനസ്സറിവ് ചിലരുടെ വെളിപ്പെടാൻ പോകുന്നു. യെസ്, ആത്മാവിൽ ആത്മാവിൽ എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കഥ കേൾക്കാൻ വന്ന അടുത്ത ബുധനാഴ്ച വന്ന് ഇങ്ങോട്ട് കയറിയേക്കരുത്. കഥ കേൾക്കാൻ വന്നതാണ് അടുത്ത ബുധനാഴ്ച വന്ന് ഇങ്ങോട്ട് കയറിയേക്കരുത്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ കുഞ്ഞുങ്ങളടക്കം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന് ഹല്ലേലൂയ സ്തോത്രം. ഇത് ദൈവിക ശുശ്രൂഷയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും. ഹല്ലേലൂയ. സൂമിലിരിക്കുന്നവർ നിങ്ങളെ ഞാൻ കാണുന്നില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ്. ഇതിന്റെ അകത്തിരിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടിരിക്കണം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച മുതൽ ഇങ്ങോട്ട് കയറിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്ന ദൈവമേ, അവൻ നിന്നോട് നിന്നോട് പറയാൻ അവരൊരു ദൂതുണ്ട്. കരയണ്ട, 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 കരയണ്ട. കാരണം അവൻ നിന്നോട് മനസ്സറിയാൻ പോകുകയാണ്. അവൻ നിന്നോട് മനസ്സറിയാൻ പോകുക, അവൻ നിന്നോട് മനസ്സറിയാൻ പോകുക. എന്നോട് ദൈവം പറയുന്നത്, നിനക്ക് വിടുതല പോകുന്നുണ്ട്, നിന്റെ ബന്ധനം അഴിക്കാൻ പോകുന്നല്ല, നിന്റെ കെട്ടഴിക്കുമെന്നല്ല ദൈവനോട് പറയുന്നത്. എന്നോട് ദൈവം പറഞ്ഞിട്ട് ഞാൻ മനസ്സറിയാൻ പോകുന്നു, ഞാൻ മനസ്സറിയാൻ പോകുന്നു. ഭാരപ്പെടുന്ന, വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന, അങ്ങനെ നീ ഹല്ലേലൂയ മനസ്സിൽ നിനക്ക് വഹിക്കാൻ കഴിയാത്ത വിഷയത്തിന്റെ അകത്ത് അവൻ മനസ്സറിയാൻ പോകുന്നു. കൃപ, 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 കൃപ. കൂടാര ഹന്തന രഗന്ധന അദ്ദുന ജഗൽഖമന റീഗ മനാരദ. ഇന്ന് പല പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. ചില വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മനസ്സറിവ് കുഞ്ഞെ വെളിപ്പെടാൻ പോകട്ടെ. ചില വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മനസ്സറിവ് വെളിപ്പെടാൻ പോകുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇന്ന് പകൽ പ്രസംഗത്തിന്റെ ഭംഗി ഞാൻ നോക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് പറയാനുള്ള എല്ലാം ഞാൻ മറച്ചു വെക്കാതെ വിളിച്ചു പറയുക. ഇത് കേൾപ്പിച്ച് നിങ്ങളെ ആരാധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഏറ്റെടുത്ത് വേണമെങ്കിൽ ആരോപിച്ചോണം, ഏറ്റെടുത്ത് വേണമെങ്കിൽ പ്രാർത്ഥിച്ചോണം, ഏറ്റെടുത്ത് വേണമെങ്കിൽ ശ്രദ്ധിച്ചോണം. എന്നാൽ ചിലരുടെ കണ്ണുകളിൽ തുള്ളികൾ ധാരധാരയായി വീഴുന്നതിന്റെ ആത്മാവിൽ കാണുന്നു. ഇടപെടുക. നിങ്ങളോട് മനസ്സറിയുന്ന പകലായുക, നിങ്ങളോട് കരുണ കാണിക്കുന്ന പകലായുക, നിന്നോട് കരുണ കാണിക്കുന്ന പകലായുക. ഞാനിത് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നോട് മനസ്സറിയുന്ന പകലായുക. വിശ്വസിക്കുന്നവരെ മാത്രമേ
അത് വിശ്വസിക്കുന്നവർ മാത്രം സ്തുതിച്ച്, അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന്റെ മഹത്വം എടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Lord. ഹല്ലേലൂയ. തിരുവെടുത്ത് പറയുന്നു, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. വിഷയമല്ല കർത്താവ് നോക്കിയത്. മഞ്ചമോ മഞ്ചത്തിൽ കിടക്കുന്നവനെ അല്ല ക്രിസ്തു നോക്കിയത്. ക്രിസ്തു നോക്കിയത് ആ മാതാവിനെയാണ്. അവളുടെ കണ്ണുനീരാണ്, അവളുടെ വേദനയാണ്, അവളുടെ ദുഃഖമാണ് യേശു നോക്കിയത്. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഒരു ഭാവനയാ പറയുന്നത്. അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ അവളുടെ കൂടെ വന്ന പുരുഷാരത്തിൽ പലരും പറഞ്ഞു കാണും, ഇനിയും ഇവൾക്ക് ആരുണ്ട്, അല്ലേ? ഇനിയും ഇവൾക്ക് ആരുണ്ട്? ഭർത്താവ് പോയി, കഥ അവിടെ എഴുതിയിട്ടുണ്ട്, വിധവയാണ്. സോ നമുക്ക് മനസ്സിലാവും, ഭർത്താവ് പോയി, ഏകജാതനായ ഒരു മകനായി. സ്വോത്രം. അവ മാത്രമേ ഉള്ളൂ. പലരും ചോദിച്ചു കാണും, ഇനി ഇവൾക്ക് ആരുണ്ട്? ഓ സ്വോത്രം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആത്മാവിനോട് പറയുന്നു, ഈ ചോദ്യം കേട്ടവര്, അല്ലെങ്കിൽ ഈ ചോദ്യം ചിന്തിക്കുന്നവര് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. ഇനിയും എനിക്ക് ആരും, ഇനിയും എനിക്ക് ആരാ ഉള്ളേ? ഞാന് എന്നോട് പേഴ്സണലി ദൈവാത്മാവ് ദൂത് ഇടപെടുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല. അവനവൻ അറിയാലോ ദൂത് വരുമ്പോ എന്നോടാണോ. അവനവൻ അറിയാം ഇനി എനിക്ക് ആരുണ്ട്. പലരും ചോദിച്ചു കാണും, ഇനി അവൾക്ക് ആരാ ഉള്ളു? അവള് സ്വയം എത്രയോ വട്ടം ചോദിച്ചു കാണും, ഉറപ്പായി. ഇനി എനിക്ക് ആരുണ്ട്? ചിലപ്പോ സ്വയം ചിന്തിച്ചു കാണും, ഇനി എന്തിനാ ജീവിക്കുന്നേ? ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ ജീവിക്കുന്നതിന്റെ കാര്യം എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ചിലപ്പോ സ്വയം ചിന്തിച്ചു കാണും. എന്തിനാ ജീവിക്കുന്നത്? ഹല്ലേലൂയ. പലരും അവള് കരഞ്ഞപ്പോ കരയണ്ടാന്ന് പറഞ്ഞു കാണത്തില്ല. കാരണം എങ്ങനെ കരയാതിരിക്കും? ആകെയുള്ള ഒരാൾ എങ്ങനെ കരയാതിരിക്കും? ഇനിയും പലരും ഈ കരയണ്ട കരയണ്ട, സാരമില്ല, പോയത് പോയി, മുമ്പോട്ട് ജീവിച്ചല്ലേ പറ്റൂ എന്നൊക്കെ ചിലപ്പോ ചിലർ പറഞ്ഞു. എന്റെ ഭാവനയാണ്. ചിലര് മാറി ഇന്ന് അവർക്ക് അത് തന്നെ വേണം എന്നും പറഞ്ഞവർ കാണാം. ഇതുമായിക്കൊള്ളട്ടെ. പക്ഷേ നമ്മൾ ആ വചനം വായിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, യേശു പറയാ, നീ കരയണ്ട. യേശു പറയാ, നീ കരയണ്ട. എന്നോട് ഞാൻ അതിനകത്ത് വള്ളിയോ പുള്ളിയോ ഒന്നും കൂട്ടി ദൂത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് ആത്മാവ് അത് തന്നെ പറയാൻ പറയുന്നു, നീ കരയണ്ട. നീ കരയണ്ട. നീ ഏത് വിഷയത്തിന്റെ മുഖത്താണോ കരഞ്ഞത്, അതിന്റെ അകത്ത് നിന്റെ കണ്ണുനീരിനെ ഓർപ്പാണ്. ജീവിക്കുന്ന അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞോട്ടെ, ആമേൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. ഞാൻ ഏത് വിഷയത്തിന്റെ അകത്താണോ നീ കരയുന്നത്, അതിന്റെ അകത്ത് നിന്നോടും പറയാം, പരിശുദ്ധാത്മാവിനെ കൂടുകൊണ്ട് നീ കരയണ്ട. നീ കരയണ്ട, നീ കരയണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ മാതാവിനെ ധൈര്യപ്പെടുത്തിയിട്ടാണ് കർത്താവ് വിഷയത്തിലേക്ക് കൊടുത്തത്. കേട്ടോ? സ്തോത്രം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ആ നിലയിൽ ഒരു മനുഷ്യനും ധൈര്യപ്പെടുത്തി കാണും. ആ നിലയിൽ ഒരു മനുഷ്യനും ആ അമ്മയെ ധൈര്യപ്പെടുത്തി കാണത്തില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ക്രിസ്തു ആ അമ്മയോട് ധൈര്യപ്പെടുത്തി, നീ കരയണ്ട, കരയണ്ടെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയതിനു ശേഷം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ കരയണ്ട എന്ന് ആ മാതാവിനെ ധൈര്യപ്പെടുത്തിയതിനു ശേഷം യേശു പിന്നീടാണ് വിഷയത്തിലേക്ക് വരുന്നത്. പിന്നീട് ക്രിസ്തു വിഷയത്തിലേക്ക് തിരിഞ്ഞത്.
ഹല്ലേലൂയ. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു എന്ന് എഴുതി. പിന്നീട് ആ വിഷയത്തിലേക്ക് തിരിയുന്നത്. യേശു പറഞ്ഞു, നീ കരയണം. എന്നോട് ആത്മാ പറയുന്നു, ചില വിഷയത്തിന്റെ അകത്ത് ഒരു മനുഷ്യനും നിനക്കൊരാത്മധൈര്യം തരാൻ ഇല്ലാതെ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുക, നിന്നെ ധൈര്യപ്പെടുത്താൻ ഒരു ക്രിസ്തുവിന്റെ മകനുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞ യേശു ഇന്ന് നിങ്ങളുണ്ട്. ഏത് വിഷയത്തിലാണ് നീ കരയുന്നത്? ഏത് വിഷയത്തിലാണ് നിനക്ക് ഭാരം? പരിശുദ്ധാത്മാവിനൊരു ഉത്തരം നിന്നോടുണ്ട്. കരയണ്ട, കരയണ്ട. ഇത് പറയുന്നത് മനുഷ്യനല്ല, ഇത് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. കരയണ്ടെന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ കണ്ണുനീരിനെ ഒപ്പാനുള്ള എന്തോ ഉണ്ടോ അവന്റെ കൈവശമുണ്ട്. ഇന്നിപ്പോൾ വിശ്വസിക്കുന്നവരുണ്ട്. കരയുന്ന വിഷയത്തിനകത്ത് കരയെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീരിനെ ഒപ്പാനുള്ള സംവിധാനം അവന്റെ പക്കലുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം. ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കണ്ണ്, സ്തോത്രം. അത് മുതിർന്നവരിൽ ഞാൻ എല്ലാവരിലും കാണുന്നു. മുതിർന്നവരിൽ ഞാൻ എല്ലാവരും അത് കാണുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണ് നിറയുന്നു. ഞാൻ വിശ്വസിക്കുന്ന വചനം അവരെ തുടരും. വചനം അവരെ തുടരും. മതി. വചനത്തിന്റെ മുമ്പിൽ ഒരുത്തൻ കണ്ണുനീരോട് പൊഴിച്ചാൽ മതി. അതാ ശുശ്രൂഷയുടെ വിജയം. ശുശ്രൂഷയുടെ വിജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഷണ്ണനെ വിടുവിക്കാൻ ഉണർവിന്റെ മേഖലയിൽ നിന്ന് ഫിലിപ്പോസിനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ഒരു ഷണ്ണനെ വിടുവിക്കുവാൻ വേണ്ടി ദൈവത്തിന് പദ്ധതി തോന്നിയെങ്കിൽ ഒരു പ്രസംഗത്തിൽ ഒരുത്തൻ കരഞ്ഞാൽ മതി. ആ പ്രസംഗം അവന് വേണ്ടി വന്നതാണ്. അല്ല, പ്രസംഗം അവർക്ക് വേണ്ടിയുള്ളതാണ്. മതി കരഞ്ഞത്. നിന്നോട് ആത്മാവ് പറയുന്നു, മതി കരഞ്ഞത്. നീ ഇനിയും നീ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് ആത്മാവ് ഇന്നലെ ചിലരോട് മനുഷ്യന്റെ മുമ്പിൽ ഇനിയും നീ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാനത് ആമേൻ പറഞ്ഞു സ്വീകരിക്കാം. മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയണ്ട എന്ന പ്രിയ മാതാവിനോട് പറഞ്ഞിട്ട് അവളെ ധൈര്യപ്പെടുത്തിയിട്ട് യേശുക്രിസ്തു നേരെ വിഷയത്തിലേക്ക് തിരിഞ്ഞിട്ട് വചനം ഇങ്ങനെ എഴുതി, കർത്താവ് മഞ്ചത്തെ തൊട്ടു. നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ പറ്റുന്നുണ്ടോ? യേശു തൊട്ടത് ആ ബാലന്റെ മേലല്ല. ഹലോ, ആ ബാലന്റെ മേലല്ല യേശു തൊട്ടത്. എന്ന് പറഞ്ഞാൽ യേശു തൊട്ടത് ആ അമ്മ ആഗ്രഹിച്ചത് എന്താ? എന്റെ കുഞ്ഞ് മരിച്ചുപോയി, അവനെ എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാ ആ അമ്മ ആഗ്രഹിക്കും. പക്ഷെങ്കിൽ യേശു തൊട്ടത് അമ്മ ആഗ്രഹിച്ച വിഷയത്തിലല്ല. ആണോ? ബാലന്റെ മേലല്ല യേശു തൊട്ടത്, മഞ്ചത്തിന്റെ മേലെ യേശു തൊട്ടത്. ഉദാഹരണം പറഞ്ഞേ, ഉദാഹരണം പറഞ്ഞേ. യേശുവിനറിയാം ബാലന്റെ മേൽ തൊടുന്നതിന് മുമ്പ് അവനെ കിടത്തിയിരിക്കുന്ന ഈ മഞ്ചത്തിന്റെ മേൽ തൊട്ടാൽ മതി. കർത്താവിനറിയാം, കർത്താവിനത് അറിയാം. ഹല്ലേലൂയ. അവിടെ രണ്ട് കാര്യമാണ് നടന്നത്. ഒന്ന്, യേശു വിടുതലിൽ. രണ്ട്, ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യത്തെ പൊളിച്ചു കളഞ്ഞു. ഒരാമൻ പറഞ്ഞാട്ടെ, ഒരാമൻ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തു ചെയ്ത രണ്ട് കാര്യം അവിടെ. ഒന്ന്, വിടുതൽ വെളിപ്പെടുത്തി. രണ്ട്, ന്യായപ്രമാണത്തിന്റെ കുരുക്കിനെ കർത്താവ് പൊട്ടിച്ചു കളഞ്ഞു. പാരമ്പര്യത്തിന്റെ കുരുക്കിനെ പൊട്ടിച്ചു കളഞ്ഞു. എന്നോട് ഇന്ന് മകൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. നിന്റെ വിഷയത്തിന്റെ അകത്ത് ചില വിടുതൽ നടക്കണമെങ്കിൽ ചില മഞ്ചം പൊളിയണം, ചില പാരമ്പര്യം പൊളിയണം.
ആത്മാവിനോട് ഇടപെടുക. ചില വിഷയത്തിന്റെ അകത്ത് എന്റെ ക്രിസ്തു പ്രവർത്തിക്കാൻ പോകുന്നത് നീ ഉദ്ദേശിക്കുന്നതിനകത്ത് അവന്റെ ചലിക്കണമെന്നാണ് നീ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആത്മാവിനോട് ഇടപെടുക. അതിന്റെ അകത്തല്ല, അതിനെ വെളിപ്പെടുത്താതെ വന്ന് മറച്ചു മൂടി വെച്ചിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്, ചില പാരമ്പര്യ ചങ്ങലകളുണ്ട്. ഇന്നവരെ അതിനെ പൊട്ടിക്കുന്നവരല്ല, അതിനെ അഴിക്കുന്നവരല്ല, അതിന്റെ ജയം പകരുന്നവരല്ല. ഇന്ന് പ്രകടനം മുഴുവൻ ആഗ്രഹമുള്ളവർ ആത്മാവി പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. ആത്മാവി പ്രാർത്ഥിക്കുന്നവര് അവരെ പ്രതിരോധിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് എന്റെ ക്രിസ്തുവിന്റെ കരം ഈ വചനത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നു. എന്താ അതിന്റെ പ്രാർത്ഥിച്ച് ആത്മാവി എന്നോട് ദൈവം പറയുമ്പോൾ ബാലനെയല്ല കൃഷ്ണ കെട്ടത്, ആ മകനെയല്ല കർത്താവ് കെട്ടത്. നിന്റെ വിഷയത്തെ അല്ല കൊടുന്നത്, നിന്റെ വിഷയത്തിന്റെ വിടുതലിനെ പറഞ്ഞ് മറച്ചു വെച്ചിരിക്കുന്ന ചില മഞ്ചമുണ്ട്, ചില പാരമ്പര്യമുണ്ട്. ഇന്നത്തെ ആദ്യം ദൈവം പറഞ്ഞു അടിഞ്ഞു മാറട്ടത് നാമത്തിൽ വിടുതൽ നടന്നത് അല്ലെ ദൂരെ പറയുമ്പോൾ ഇത്തരം വെളിപ്പെടുമ്പോൾ ഏറ്റെടുത്ത് ഭാവിക്കണം. അതിനുശേഷം ബുദ്ധിമുട്ട് വേറെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വചനം വെളിപ്പെടുമ്പോൾ ഏറ്റെടുക്കുന്നവരും ആ കെട്ടഴിയും ആത്മാവി കാണുന്നത് കെട്ടഴിയും. ഇന്ന് അഴിഞ്ഞു മാറപ്പെടും, ആത്മാവിൽ അഴിഞ്ഞു മാറപ്പെടും, ആത്മാവിൽ അഴിഞ്ഞു മാറപ്പെടും. വിഷയത്തെ അതിനെ വിടുതലാക്കാതെ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ, നീ ഭാരപ്പെടുന്ന വിഷയത്തെ ഒരു വിടുതലിന്റെ പ്രത്യക്ഷതയിലേക്ക് കൊണ്ടുവരാണ്. അതിനെ മൂടി വെച്ചിരിക്കുന്ന ചില മനുഷ്യത്തെ നിന്റെ ക്രിസ്തു കഴിഞ്ഞു പാരമ്പര്യത്തിന്റെ ചില തെറ്റുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. ഭാവിച്ച് അടുത്തിരിക്കുന്നവരൊന്നും നിങ്ങൾ കാണുന്നുണ്ട്, അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നുണ്ട്, അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. നിന്റകത്ത് വചനം കയറുന്നുണ്ടെങ്കിൽ, നിന്റകത്ത് വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന് സ്വാഗതം ചെയ്യുക. നീ ദൈവത്തിന് വചനം കൊടുക്കും. നിന്റെ പകരം പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കട്ടെ, ദൈവാത്മാവിന്റെ കരം ചലിക്കട്ടെ, ദൈവാത്മാവിന്റെ കരം ചലിക്കട്ടെ, തലമുറകളിൽ ചലിക്കട്ടെ, ഒഴുക്കങ്ങളിൽ ചലിക്കട്ടെ. ഏത് വിഷയത്തിന്റെ മുഖത്താണോ ഈ ഭാരപ്പെടുന്നത് ആ വിഷയത്തെ ഒരു വിടുതലിലേക്ക് കൊണ്ടുവരാനും, ഒരു വിടുതലിലേക്ക് കൊണ്ടുവരാനും അതിനെ മൂടി വെച്ചിരിക്കുന്ന ചില മന്ത്രങ്ങൾ, ചില പാരമ്പര്യങ്ങൾ ഇന്നത്തെ യേശുവിന്റെ നാമത്തിൽ വചനമളിക്കുന്നത് ഇന്ന് ദൂരത്തിരിക്കുന്നവരാണ്. നിങ്ങൾ വചനം ഇരിക്കുന്ന അടിത്തറകളിൽ ഏറ്റെടുത്ത് വേഗം ഓടി ചെന്ന് ഇടിയിരിക്കുന്ന, വേഗം ഓടി വന്ന് ഇടിയിരിക്കുന്ന വചനത്തിന്റെ ചെറുതയാണ്. പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിച്ചോ, പിന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. എന്നെ ആത്മാവ് നിയോഗിച്ചില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കേണ്ട സമയത്ത് എല്ലാവരും പ്രാപിച്ചോ. നിങ്ങൾക്കറിയാമോ, ഏറ്റവും ഗ്യാരണ്ടിയുള്ള വിടുതൽ എന്ന് പറഞ്ഞാൽ വചനത്തിലൂടെ കിട്ടുന്ന വിടുതൽ. ഏറ്റവും ഗ്യാരണ്ടിയുള്ള വിടുതൽ വചനത്തിലൂടെ. സ്തോത്രം. ഞാൻ ഒരിക്കൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ചു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു വെളിപ്പാട് പറഞ്ഞു, എന്നെ ഒരു രോഗബന്ധനം കഴിയും, അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ആ വചനം ഏറ്റെടുത്ത് സഹോദരൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ ശക്തി അവന്റെ മേൽ ഇറങ്ങിയപ്പോൾ സൗഖ്യമായി. ഞാൻ തലേ കൈവച്ച് രോഗത്തെ ഒന്നും യാചിക്കാൻ പോയില്ല, എന്ത് ഹീലിംഗ് ആകുന്നെന്ന് ഞാൻ പറയാൻ പോയില്ല. വചനം പ്രസംഗിച്ചപ്പോൾ വചനത്തിന്റെ ശക്തി അവൻ ഏറ്റെടുത്തപ്പോൾ ക്രിസ്തുവിന്റെ വചനം അവനെ സൗഖ്യമാക്കി. പിന്നെ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട്. വചനം പറയുന്ന വിടുതൽ, ഗ്യാരണ്ടിയുള്ള വിടുതൽ.
കൃപ കൃപ കൃപ. എന്താ ഞാൻ പറഞ്ഞേ? ഇതിന്റെ അകത്തൊരു പാരമ്പര്യം കിടപ്പുണ്ടെന്ന്. സംഖ്യാപുസ്തകം 19-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 19-ാം അധ്യായം 11, 12, 13. സംഖ്യ 19-ന്റെ 11, 12, 13 വായിച്ചോളെ. യാതൊരു മനുഷ്യന്റെയും ശവം തൊടുന്നവൻ 7 ദിവസം അശുദ്ധനായിരിക്കണം. അവൻ 3-ാം ദിവസവും 7-ാം ദിവസവും ആ വെള്ളം കൊണ്ട് തന്നെ തന്നെത്താൻ ശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ 3-ാം ദിവസം തന്നെ വിശുദ്ധീകരിക്കാൻ ഞാൻ 7-ാം ദിവസം അവൻ ശുദ്ധിയുള്ളവനാകയില്ല. മരിച്ചുപോയ മനുഷ്യന്റെ ശവം ആരെങ്കിലും തൊട്ടിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കാൻ ഞാൻ അവൻ യഹോവയുടെ തിരുനിവാസത്തെ അശുദ്ധീകരണ പ്രമാണം. ഈ പ്രമാണത്തിന്റെ പാരമ്പര്യം കിടക്കുന്ന നൈൻ എന്ന പട്ടണത്തിന്റെ അകത്ത് കർത്താവായ ക്രിസ്തു വന്നിട്ട് ആ മഞ്ചത്തിലോട്ട് കരം വെച്ചു. ഒരാളും പറഞ്ഞത് മഞ്ചത്തിന്റെ മേൽ കരം വെച്ചു, മഞ്ചത്തിന്റെ മേൽ കരം വെച്ചു. അല്ലെങ്കിൽ പ്രമാണം അവിടെ കിടക്കും. അല്ലെങ്കിൽ മഞ്ചത്തിന്റെ മേൽ കരം വെച്ചപ്പോൾ അടുത്ത എന്താ സംഭവിച്ചത്? ബാലനോട് പറഞ്ഞു, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട്. മരിച്ചവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു, ഇരുന്നു, സംസാരിച്ചു. രാമൻ പറഞ്ഞാൽ 3 കാര്യമാണ്. യേശുക്രിസ്തു മഞ്ചത്തെ തൊട്ടിട്ട് ബാല്യക്കാരനോട് കൽപ്പിച്ചു. ബാല്യക്കാരൻ എഴുന്നേറ്റ്. ഞാൻ ആലോചിക്കുക ചുമന്നവന്മാരുടെ അവസ്ഥ. വീട്ടിൽ നിന്ന് മുറവിളിയോടെ ചുമന്നുകൊണ്ട് വന്ന ആ ആൾക്കാരുടെ മാനസികാവസ്ഥ ഞാൻ ആലോചിക്കുക. ജീവനില്ലാത്തവൻ പെട്ടെന്ന് എന്ത് ചെയ്യാ? എഴുന്നേറ്റ്. ഹല്ലേലൂയ. നമ്മള് വല്ലതായിരുന്നെങ്കിലും ഇട്ട ഓടിയനല്ലേ. സ്തോത്രം. നമ്മള് വല്ലായിരുന്നു ഇട്ട ഓടിയനെ. നമ്മുടെ ഒരു സഹോദരനുണ്ട്. ഞങ്ങൾ ആലപ്പുഴ മീറ്റിങ്ങിന് പോയപ്പോ ഞാനുണ്ട്, എന്റെ കൂടെ 2 പേരുണ്ട്. അപ്പം അവൻ നന്നായിട്ട് കീബോർഡ് വായിക്കുന്ന കീബോർഡ് കീബോർഡ്. അവിടെ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് രാത്രിയിലാണ് വരുന്നത്. പകരം വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാന് ഡ്രൈവ് ചെയ്യുന്നു. എന്റെ ഇടതുവശത്ത് ഒരു സഹോദരൻ ഇരിക്കുന്നു. ഇവൻ പുറകിലായിരുന്നു. ഇവൻ ഭയങ്കര പേടിയാണ്. അപ്പൊ ഞങ്ങള് കാറിൽ ക്രിസ്ത്യൻ സോങ് ഇട്ടോണ്ടാ വരുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ ഒരു സോങ് കഴിയുമ്പോൾ അടുത്ത സോങ് വരും, നെക്സ്റ്റ് സോങ് വരും. ഇങ്ങനെ മാറി മാറി വന്ന് അടുത്ത വന്ന് സമയം വന്നത് രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം. ഈ പാട്ട് വന്നപ്പോഴത്തേന് പുറകെ സീറ്റ് ചാരി ഇരുന്നവൻ എന്റെ അടുത്ത് വന്നു. എന്റെ സീറ്റിൽ അത് എന്നെ ഇങ്ങനെ തോളം. ഞാൻ ചോദിച്ചു, എന്താ പാസേ ആ പാട്ടൊന്ന് മാറ്റി? ഞാൻ ചോദിച്ചു, അതെന്നാ? വൈകിട്ട് സെമിട്രിയുടെ അതുവഴിയാ പോകുന്നത്. പാസ കൊണ്ട് വിട്ടിട്ട് ബൈക്കും എടുത്തോണ്ട് ബൈക്ക് ഇവിടെ വെച്ച ഞങ്ങളുടെ ഇവിടെ ബൈക്ക് വെച്ച് സെമിട്രിയുടെ അതുവഴി വേണം പോവാൻ. പാസ ആ പാട്ടൊന്ന് മാറ്റി. ഞാൻ പറഞ്ഞടാ, ഒരു വണ്ടിയെ നമ്മള് എല്ലാരും ഇല്ലേ, ഒരുമിച്ചല്ലേ ഇരിക്കുന്നേ? അത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ 2 പേരും ഫ്രണ്ടിലായിരിക്കുന്നത്, ഞാനിവിടെ ഒറ്റയ്ക്ക് പുറകെ. അടിവൻ വലത്തോട്ട് ഗ്ലാസ് നോക്കുന്നു, ഇടത്തോട്ട് നോക്കുന്നു, പുറകോട്ട് നോക്കുന്നു. അല്ലേ? പക്ഷെ അവനൊരു ഭയം ഇട്ടതിന്റെ പുറകിൽ ഒരു പൈശാചികത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ദുരാത്മാവ് അഴിഞ്ഞു മാറിയപ്പോ ഭയം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, ആ ചുമന്നുകൊണ്ട് വന്നവരുടെ ഒരവസ്ഥ. ഇത്രയും നിലം മുറിവിളി കൂട്ടി
കരഞ്ഞ് അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കി മരിച്ചു കിടക്കുന്നവനെ കണ്ടുകൊണ്ട് വന്നപ്പോ മഞ്ചത്തിൽ ഒരുത്തൻ തൊട്ടു. അതുകൊണ്ട് അകത്ത് കിടന്നവൻ എഴുന്നേറ്റു ഇരുന്നു സംസാരിച്ചു. ഒരാമേ കിടന്നു പോയി അകത്ത് നിന്ന് എന്റെ യേശുവിനെ എടുത്തു ഇരുത്തി അവനെ കൊണ്ട് സംസാരിപ്പിച്ചു. അവന്റെ അകത്ത് ജീവൻ വന്നു. ഇന്ന് മരിച്ചു കിടക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ യേശു ക്രിസ്തുവിന്റെ ജീവന്റെ പകർച്ച എന്റെ പകൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് തീരെ പറയുന്നത് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് മരിച്ചുപോയി. ഇനി ഈ വിഷയത്തിന്റെ അകത്ത് ഒരു ജീവത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്റെ അകത്ത് അന്ന് പകൽക്കാലം എന്റെ ദൈവത്തിന്റെ ജീവന്റെ ശക്തി ഇന്ന് വരെ നിയോഗിക്കുന്നത്. കഴിച്ചപ്പോൾ മാറ്റമില്ലെന്ന് സ്കാനിങ് ചെയ്തപ്പോൾ മാറ്റമില്ലെങ്കിൽ രോഗവൈദ്യം നിങ്ങളുടെ നടക്കത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ കിട്ടത്തില്ലെങ്കിൽ ഇതുവരെ ഉണ്ടാകത്തില്ല. ഇത് പരീക്ഷ വിഷയമാണെന്ന് നീ ഉൾപ്പെടെ പലരും വിലയിരുത്തിയെങ്കിൽ ആൾക്കാർ പറയുന്നു ജീവിക്കുന്നത് ഇന്നലെ ഇതിനകത്ത് നല്ലത് മരണമായ വിഷയത്തെ ദൈവം കൈകാര്യം ചെയ്യുന്നതിന്റെ ആത്മാവിൻ താളുകൾ മരണതുല്യമായ ചില വിഷയത്തെ അതിന്റെ സ്വർഗം കൈകാര്യം ചെയ്യുന്നതിന്റെ ഫലങ്ങൾ മരണതുല്യമായി കിടക്കുന്ന വിഷയത്തെ യേശു കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ അത് ശരീരത്തിനാണെങ്കിൽ അങ്ങനെ, മനസ്സിനാണെങ്കിൽ അങ്ങനെ, സാമ്പത്തികത്തിനാണെങ്കിൽ അങ്ങനെ, ആത്മീയത്തിനാണെങ്കിൽ അങ്ങനെ. ആത്മാവിനോട് പറയുന്നു മരിച്ചു കിടക്കുന്ന മരണതുല്യമായി കിടക്കുന്ന വിഷയം യേശുവിന്റെ ദ്വാരത്തിൽ ജീവിച്ചു തുടരുക. ആ വിടുതൽ വ്യാപരിക്കുന്നു. ആത്മാവ് ചെയ്യുന്നു. എന്റെ ദൈവം ചിലത് ചെയ്യുന്നു. മരണതുല്യമായി കിടക്കുന്നു വിഷയത്തിന്റെ ജീവന്റെ കരമറങ്ങുന്നു. നിനക്ക് വേണ്ടി എടുക്കണം. ഒരു കരമില്ലെങ്കിൽ സാരമില്ല. ഒരു ജീവന്റെ കരം ഇന്ന് പ്രാണൻ കൊടുക്കുന്നു. ഒരു ജീവന്റെ കരം ഇന്ന് പ്രാണൻ കൊടുക്കുന്നു. മാനസിക, ശാരീരിക, സാമ്പത്തിക, ആത്മീയ മണ്ഡലങ്ങളിൽ മരണതുല്യമായി കിടക്കുന്ന വേദനയിലേക്ക് ജീവന്റെ കരം ചലിക്കുന്നു. മരണത്തിന്റെ ജനതകളെ മരണത്തിന്റെ വിഷയങ്ങളുടെ എന്നുറപ്പ് പ്രഖ്യാപിച്ച് ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്നവന്റെ കരം ഇന്ന് ചലിക്കുന്നു. ജീവിക്കുന്നവന്റെ കരം ഇന്ന് ചലിക്കുന്നു. മഞ്ചം മാറുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ വിഷയം എഴുന്നേക്കാൻ പോകുന്നു. നിന്റെ വിഷയം ജീവിക്കാൻ പോകുന്നു. നിന്റെ വിഷയം സംസാരിക്കാൻ പോകുന്നു. മരണതുല്യമായി കിടക്കുന്ന വിഷയം ചലിക്കുന്നതിനെ കാണുന്നു. അങ്ങനെ ചെല്ലുന്ന ഇടങ്ങൾ ചലിക്കാത്ത പ്രാണികൾ ചലിക്കുന്നതിന്റെ വളരെയെങ്കിൽ അങ്ങനെ ഈ മരണത്തിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷേകം അങ്ങനെ യേശുവിന്റെ ശക്തിയിൽ കൂടെ ചേരുമ്പോൾ ഇന്ന് മരണതുല്യമായി കിടക്കുന്ന ചില വിഷയങ്ങൾ സൗഖ്യമായത്. ചില വിധികൾ മാറുക. ഉടനെ പട്ടണരാജ്യത്തിന്റെ വെളിവ്
പിടിച്ചു അവരെ പിടിച്ചു വരുന്ന ഡെപ്പോഡിയെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചോളെ ഇങ്ങനെ പിടിപിടിച്ചു നിൽക്കുന്ന ചിലരുണ്ട്. അങ്ങനെ ഈ ആൾക്കാർ ഓർമ്മിക്കാം പിടിപിടിച്ച് നിൽക്കത്തേ ഉള്ളൂ, പിടിപിടിച്ച് നിൽക്കത്തേ ഉള്ളൂ. അക്കാലം തളയ്ക്കുന്നതിന് മുമ്പ് ഇടത്ത് പേരിട്ടുണ്ട്, ഒരുവനകത്ത് പേരിട്ടുണ്ട്. ഇനി വെറുതാനുണ്ട്, ഇനി വെറുതാനുണ്ട്. അതിനകത്ത് നിങ്ങൾ വെറുത മരണ കോഴികൾ അടിഞ്ഞു ആവശ്യപ്പെടുന്നതാണ്. മരണ കോഴികൾ അടിഞ്ഞു ആവശ്യപ്പെടുന്നതാണ്. എന്താണ് ജീവിക്കണ്ട, ജീവിക്കണ്ട, ഇനി ജീവിക്കണ്ട എന്നുള്ള ചിന്തപോലും വിടുന്നു, ജീവിക്കണ്ടെന്നുള്ള ചിന്തപോലും വിടുന്നു ചില അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പകൽ വളരെ ഗൗരവമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇത് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ ചില വ്യക്തികൾ ചില മര ഓരോരുത്തരെ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് ജീവിക്കണ്ട എന്ന ചിന്ത വിശാലിടുന്നുണ്ട്. ജീവിക്കണ്ട എന്നൊരു ചിന്ത യേശുവിന്റെ നാമത്തിൽ ഇന്ന് പല എന്റെ കർത്താവിന്റെ കരമിറങ്ങുക, അവിടെ എന്റെ ദൈവത്തിന്റെ കരമിറങ്ങുക. യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. എന്നോട് ദൈവം ഒരു ദൂത് പറയുന്നു, ഒന്ന് വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയും, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്ന നാഴിക വരും. ആ നാഴിക വരുമ്പോൾ മരിച്ചവർ ഉയർന്നു. അതർത്ഥം മാത്രമല്ല, ഇപ്പോഴും വന്നിരിക്കുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പോലെ ഞാൻ പ്രസവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർത്തുന്നത് വരേണ്ടതാണ്. മരിച്ചു കിടക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് അവൻ കൽപ്പിക്കാൻ വേഗം ജീവിക്കുക, അവൻ കൽപ്പിക്കാൻ വേഗം ജീവിക്കുക, അവൻ കൽപ്പിക്കാൻ വേഗം ജീവിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ദൈവം ആഗ്രഹിക്കുന്നവരും ദൈവം നിയോഗിക്കുന്നവരും ദൈവത്തിന്റെ ഇഷ്ടപ്പെടുന്നവരെ നോക്കി ഇന്ന് വരെ യേശുവിന്റെ നാമത്തിൽ എന്റെ സ്വർഗമത് ക്ഷമിച്ചേ. പ്രിയപ്പെട്ടവരെ, യേശു ചെയ്തൊരു കാര്യം നിങ്ങൾ കണ്ടോ? അവൻ അവന്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയി സാക്ഷ്യം പറ എന്ന് പറഞ്ഞില്ല, എന്നെ അനുഗമിക്കും എന്നും പറഞ്ഞു. പറഞ്ഞത് അവനെ കരത്തിന് പിടിച്ച് അവന്റെ അമ്മയുടെ കയ്യില് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങ് ചിന്തിക്കും, ഒരു പക്ഷെ യേശു പറഞ്ഞ വാക്ക് അമ്മ ഓർത്തുക, കരയണ്ട. എന്തുകൊണ്ടാണ് യേശു കരയുണ്ടെന്ന് പറഞ്ഞേ? കരം പിടിപ്പിക്കാൻ. ആമേ പറ, കരയുണ്ടെന്ന് യേശു പറഞ്ഞത് കരം പിടിപ്പിക്കാനാണെന്ന്. കരം പിടിപ്പിക്കാൻ യേശുവിന് ശക്തിയുള്ളത് കൊണ്ടാ യേശു പറഞ്ഞത് കരയണ്ട. ഞാൻ ഇന്ന് ആത്മാവിൽ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പറയാ, നിന്നോട് ദൂത് പറഞ്ഞ് കരയണ്ട. കരയണ്ടെന്ന് യേശു പറഞ്ഞെങ്കിൽ ചില കരം നീ പിടിക്കാൻ പോവുക. വിശ്വസിക്കുന്നത് മാത്രമാണ് പറഞ്ഞത്. കരയണ്ടെന്ന് യേശു പറഞ്ഞ വാക്കിനെ ആരെടുത്തിട്ടുണ്ടോ അവരുടെ കരം നോക്കി, അവരുടെ കരം നോക്കി പറയുമ്പോൾ നിന്റെ കരത്തെ ചിലവ് പിടിക്കാൻ പോവുക. നിന്റെ കരത്തിൽ ദൈവം ചില വേദനിപ്പിക്കാൻ പോവുക.
നമുക്കറിയാം ഏലീശയുടെ കല്ലറയിൽ ജീവനില്ലാത്തൊരു ശവം, ഡെഡ് ബോഡി, മൃതദേഹം വന്ന് വീണത്, അതിന്റെ ശരീരമാംസം ഏലീശയുടെ അസ്ഥി തൊട്ടപ്പോൾ ജീവനില്ലാത്ത ചാടിയെടുത്തു. ജീവനില്ലാത്തവൻ ചാടി. ഞാനത് പ്രസംഗിക്കാൻ എടുക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ പെട്ടെന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ അത് പ്രകാശിച്ചു. ഹല്ലേലൂയ. അതാണ് ഇരട്ടിപ്പങ്കിന്റെ ശക്തി. നിങ്ങൾ ഏലിയാവിന്റെ ചരിത്രം എടുത്ത് പഠിച്ചു. ഒരിടത്തും ഏലിയാവിന്റെ അസ്ഥി തൊട്ട് ആരും എഴുന്നേറ്റ്. മരിച്ചവരെ ഏലിയാവ് ഉയർപ്പിച്ചിട്ടുണ്ട്, അത് അസ്ഥിയെ തൊട്ടല്ല. ഹല്ലേലൂയ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഏലീശ മരിച്ചിട്ടും അവന്റെ അസ്ഥികളിൽ ദൈവശക്തി വ്യാപരിച്ചു. കണ്ടോ? ഏലീശ മരിച്ചിട്ടും അവന്റെ അസ്ഥികളിൽ ദൈവശക്തി വ്യാപരിച്ചു. ആ മൃതദേഹം, ആ ശരീരം ഏലീശയുടെ അസ്ഥി തൊട്ടപ്പോൾ മരിച്ചുപോയവർ ഉയർന്നു, മരിച്ചുപോയ ജീവിച്ചു. ഞാൻ എന്റെ ഭാവനെ പറയാം, ഇട്ടോടിയവന്മാരെക്കാട്ടിലും മുമ്പ് ചിലപ്പോൾ ഇവനോടിക്കാം. ഹല്ലേലൂയ. ഇവനെ കണ്ട അവന്മാര് വേറെ വഴി കൂടിയെന്ന് പറയരുത്, കാരണം മരിച്ച് ഇട്ടിട്ട് പോയതല്ലേ. എന്തായാലും ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചവന്റെ അസ്ഥിയെ തൊട്ട ജീവനിൽ, നിങ്ങൾ നോക്കി, ഏലീശയ്ക്ക് ജീവനില്ല, മരിച്ചു, അസ്ഥിയായി. ആ അസ്ഥിയിലാണ് ജീവനില്ലാത്തവന്റെ വെളിമുഖം. അവൻ ജീവിച്ചു. ഓ, ഒരാമ പറഞ്ഞു. നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ പറ്റുന്നു? അതൊക്കെ കാണണമെങ്കിൽ ആ ആത്മനിറവിലേക്ക് വരണം. ആ ആത്മനിറവിലേക്ക് വന്നാലേ ആ പറഞ്ഞതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരുന്നു. യേശു ആ കുഞ്ഞിനെ അവന്റെ അമ്മ ഇന്ന് പകൽക്കാലം മരിച്ചു കിടക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. ഇന്ന് ചിലത് ജീവിക്കും, ഇന്ന് ചിലത് ജീവിക്കും. ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ ചില വിഷയങ്ങൾ ജീവിക്കാൻ പോകും, നിന്റെ ചില സബ്ജക്ട് ജീവിക്കാൻ പോകും. അല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കും. ഞാൻ ഓൾറെഡി പ്രാർത്ഥന പറയും, ഇതെല്ലാം ഏറ്റെടുത്തിട്ട് ഞാൻ ഇവിടെ ഇന്ന് പ്രസംഗിക്കും. എനിക്ക് ഇനി അത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. പുതിയതെന്തെങ്കിലും ദൈവം വെളിപ്പെടുത്തിയാലും ഞാൻ ഏറ്റെടുക്കും. പ്രാർത്ഥന പറയും വെളിപ്പെടുത്തി എല്ലാം ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു വചനം ഇടപെടുന്നു. അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 5:26 വായിക്കും. ഹല്ലേലൂയ. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഭയം നിറഞ്ഞവരാ. ആ വാക്ക് അണ്ടർലൈൻ ഇട്ട് വെച്ചു. നിങ്ങളോട് ദൈവം തരുന്ന ദൂതാണ്. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ, ഒരാമേ പറഞ്ഞു, ആ വാക്ക് വള്ളിപ്പുള്ളി തെറ്റാതെ പറയാൻ എന്നോട് പ്രാർത്ഥന മുറിയിൽ അമ്മ പറഞ്ഞു. ചില അപൂർവ കാര്യങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകും. ചില അപൂർവ കാര്യങ്ങളെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുകയാണ്. ചില അപൂർവ കാര്യങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുകയാണ്. ദൈവത്തെ ഭയപ്പെടുന്ന നിലയിൽ, ദൈവത്തെ പ്രേരിക്കുന്ന നിലയിൽ, ദൈവത്തിന്റെ ഭയം എന്നുവരുന്ന നിലയിൽ ചില അപൂർവ കാര്യങ്ങൾ. ഇതൊരു പ്രവചന ശബ്ദമാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. 5:26 അവർ ദൈവത്തെ മഹത്വപ്പെട്ടു, ദൈവത്തെ ഭയപ്പെട്ടു. അവർ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ. ഇന്ന് നമ്മൾ അപൂർവ കാര്യങ്ങളെ കണ്ടു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇടപെടുക. ചില അപൂർവ കാര്യങ്ങളെ കാണുന്ന ദിവസങ്ങൾ, മാസങ്ങൾ വരുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ദൈവത്തെ ഭയപ്പെടുന്ന നിലവാരത്തിലേക്ക് ചില അപൂർവ കാര്യങ്ങളെ കാണുന്ന സുദിനങ്ങൾ വരുന്നത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഞാനത് വിശ്വസിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ചിലരുടെ ഇരിപ്പ് കണ്ട ഹല്ലേലൂയ സ്തോത്രം. ആശ്രേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ വിശ്വസിക്കണ്ട, പ്രസംഗിക്കുന്ന ഞാൻ വിശ്വസിക്കും. അപൂർവ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ദൈവത്തിനൊരു നേരം മതി, എന്റെ ദൈവത്തിനൊരു നിമിഷം മതി ചിലവരെ തിരിക്കാൻ. എന്റെ ദൈവത്തിന് തിരിക്കാൻ അധികം നേരമൊന്നുമില്ല. മഞ്ചത്തിൽ തൊഴാൻ എത്ര സമയമെടുക്കുന്നു. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു പ്രസംഗം നിർത്താൻ. ഞാൻ അതുകൊണ്ട് നിർത്തുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാണ് യേശുവിന്റെ നാമം. അല്പസമയം പ്രാർത്ഥിക്കാം, അല്പസമയം എല്ലാവരും ആത്മാവി പ്രാർത്ഥിക്കും. ആര് കണ്ണു തുറക്കില്ല, കണ്ണു തുറന്ന ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇനി കോമൺ ആയി പറയല്ല, വ്യക്തിപരമായി പറയും. വെറുതെ പ്രയാസം ഉണ്ടാക്കരുത്. എല്ലാ കടകളും കുഞ്ഞുങ്ങളടക്കം എല്ലാവരും യെസ് ക്ലോസ് യുവർ ഐസ്. എല്ലാവരും പ്രാർത്ഥിച്ച് ആത്മാവിൽ എല്ലാവരും പ്രാർത്ഥിച്ച്. അന്യഭാഷകൾ പ്രാപിച്ചവർ അന്യഭാഷാവരം പ്രാപിച്ചവർ അന്യഭാഷ അല്ലാത്തവരെല്ലാം പ്രാർത്ഥിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിച്ച്. യെസ്, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ചലിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ഇന്ന് പകൽ ചലിക്കുന്നു. യെസ്, ഓ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. ഉടല മനക ജഗന്നൽ ഖമന. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് കേട്ട വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ജീവനുള്ളവൻ ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. യെസ്, ഇതിനകം ആത്മാവിന്റെ കരം ചലിക്കുന്നു. ഞാനത് ആത്മാവിൽ കാണുന്നു. പ്രാപിക്കട്ടെ. ജീവനില്ലാതെ മരണതുല്യമായി കിടക്കുന്ന